സ്പെഷ്യൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടി കൊണ്ട് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൽ വെള്ളവും ഉപ്പും ചേർത്ത് കലക്കി ആക്കി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് ഒരു സബോള, ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് ഒരു 2 എണ്ണം ഇട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേപ്പില. ഇതൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അത് നന്നായി മൊരിയണ പോലെയാവണം. അതുപോലെയാകുമ്പോൾ അതെടുക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ മല്ലിയില, അത്രയേ ഉള്ളൂ ഇതിൽ. പക്ഷെ നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതാണ് ഞാൻ കലക്കാൻ പോണത്. അത് ഞാൻ വഴറ്റി വെച്ച സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയില, നാളികേരം, ഉപ്പ് ഓൾറെഡി ഇട്ടുണ്ട്. ഇതൊക്കെ കൂടി കലക്കി യോജിപ്പിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ദോശ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ തടവി കൊടുക്കും. എന്നിട്ട് ദോശ കോരി വെച്ച് നല്ല ടേസ്റ്റായി ദോശയ്ക്ക്. ഇതിപ്പോൾ സബോള വഴറ്റാണ്ടൊന്നും ഇട്ട് ഇത്ര ടേസ്റ്റ് കിട്ടില്ല. തക്കാളിയൊക്കെ ചേർക്കാം. ഇവിടെ അത്ര അധികം കഷ്ണമായാൽ പിന്നെ ദോശ ഇഷ്ടമില്ല. അതുകൊണ്ട് നാളികേരം ഇതൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ദോശയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആയി വന്നപ്പോൾ ഞാൻ അത് കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് അതിലൊരു സ്വല്പം നെയ്യ് ചേർത്താട്ടെ എണ്ണയിൽ. ഇപ്പോൾ ഞാൻ ദോശ മറിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദോശയും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതാണ് ഭയങ്കര ടേസ്റ്റിയായ ദോശയാണ്. ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മുട്ടക്കറിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടക്കറിയും പഴം, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക.